ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇന്നൊരു യാത്രയിലാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും കുട്ടികളുമായിട്ട് ഒരു കോയമ്പത്തൂർ യാത്രയിലാണ്. എപ്പോഴും അങ്ങനെ ഒരു ട്രിപ്പൊന്നും പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഇതൊരു അത്യാവശ്യ യാത്ര ആയതുകൊണ്ടാണ് ഇങ്ങനെ പോണത് കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് പോകുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്, നല്ല ഹൈവേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ഇടണം കേട്ടോ. കോയമ്പത്തൂർ എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. സ്വതവേ എയർപോർട്ടിലേക്കൊന്നും ഞാനങ്ങനെ പോകാറില്ല. ഇത് എൻ്റെ ഉമ്മയും ഉപ്പയും ഒരു മാസമായിട്ട് അബുദാബിയിലായിരുന്നു. അവർ ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിന് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവരിന്ന് വരികയാണ്. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതായത് റൂട്ട് എല്ലാം പോലെ അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ആയതാണ് കുറച്ച്. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല വൈബാണ്, നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോവാൻ നല്ല ഒരു എൻജോയ്മെൻറ്റും കൂടിയാണ്. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ്. പിന്നെന്താ, സ്കൂൾ വെക്കേഷനുമാണ്. അപ്പോൾ അവരായിട്ട് ഒന്ന് കറങ്ങുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യാത്ര. അപ്പോൾ അവരിപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ലാൻഡ് ചെയ്യും. അപ്പോഴേക്ക് എത്തുമെന്ന് അറിയില്ല. അങ്ങനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ നല്ല രസമാണല്ലേ, ഈ ഭാഗത്തേക്കൊക്കെ വന്നവർക്ക് അറിയുന്നുണ്ടാവും. നല്ല രസമാണ് പരിസരമൊക്കെ കാണാൻ. ടൗണിലേക്ക് എത്തിയപ്പോൾ കുറച്ചൊരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇനിയുണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഈ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം എണീക്കും, എത്താറായോ എന്ന് ചോദിക്കും. അങ്ങനെ എയർപോർട്ടിലേക്ക് എത്താനുള്ള വഴിയാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് എത്താറായി. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ദൂരമുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ എയർപോർട്ടിലെത്തി. അവിടെ ഒരു 5 മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരുള്ളൂ. അവരവിടെ ഞാൻ എത്താറായെന്ന് പറഞ്ഞപ്പോൾ ഉമ്മിയും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങി. ഞങ്ങൾ വന്നിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. കാർ ഇവിടെ പാർക്കിങ്ങിൽ നിർത്തി. അവിടെ പോയി നോക്കണം പിന്നെ ഇറങ്ങിയോ ഇല്ലയെന്ന് അറിയില്ല. ജസ്റ്റ് വീഡിയോ എടുക്കണം. ഉമ്മിപ്പം വരുന്നത് കാണാൻ ഒരു ആകാംക്ഷയോടെയാണ് ഈ പോണത് കേട്ടോ. കുട്ടികളും ആദ്യമായിട്ടാണ് ഇങ്ങനെ എയർപോർട്ടിൽ വരുന്നത്. എൻ്റെ 2 ബ്രദേഴ്സും അവിടെ അബുദാബിയിലുണ്ട്. അവരൊന്നും വരുമ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ എയർപോർട്ടിലൊന്നും പോവാറില്ല. യാത്ര എന്ന് പറയും, മക്കൾക്ക് മൂത്ത മോൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒന്നാണ് ദൂരയാത്ര. ഞാനും അതിലൊരു ഭാഗമാണ്. പിന്നെ ഉമ്മ ഉപ്പയല്ലേ, അപ്പോൾ അവരുടെ ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ട്, കുട്ടികളുടെ ഹാപ്പിനെസ്സിനും കൂടിയിട്ട് പോരുകയാണ്. അപ്പോൾ അതാ ഉമ്മ ഉപ്പയും വരുന്നുണ്ട്. വരുന്നതാണ് എൻ്റെ ഉമ്മയും ഉപ്പയും. അവരിങ്ങനെ ഞങ്ങളെ കണ്ടു, സലാം പറയണു. മോനൊക്കെ അതാ പോകുന്നു കേട്ടോ. ഉമ്മാനെ കണ്ടിട്ട് കെട്ടിപ്പിടിക്കാൻ പോവുകയാണ്. ഒരു നല്ല ഒരു മൊമെൻ്റ് ആയിരുന്നു. മാഷാ അല്ലാ. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അസ്സലാമു അലൈക്കും.